ഇസ്രായേലിലെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ദിമോണ, അരാദ് എന്നീ നഗരങ്ങളിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 100ഓളം പേർക്കാണ് പരിക്കേറ്റത്. ശക്തമായിട്ടുള്ള തിരിച്ചടി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ആദ്യം ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അത് ആശങ്കാജനകമാണ്. എത്രമാത്രം ആശങ്ക പടർത്തുന്നു? അവിടെ ഈ ഒരു ആണവ വികിരണമില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ അത്തരത്തിൽ റേഡിയേഷൻ സാധ്യതയൊന്നും ഇല്ല എന്നാണോ രാജ്യാന്തര ഏജൻസികൾ പറയുന്നത്? ഇപ്പോൾ നിലവിൽ അത്തരം ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. തെക്കൻ ഇസ്രായേലിലുള്ള അരാദ, അതുപോലെ തന്നെ ദിമോണ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇത്തരം ആക്രമണം നടന്നത്. ഇസ്രായേൽ സമയം ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടായത്. ഒരു കനത്ത നാശനഷ്ടം തന്നെ അവിടെ ഉണ്ടായി. വ്യാപകമായി നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാണ്ട് 100ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 88 പേർ ഗുരുതരമായ അവസ്ഥ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പലരുടെ നില നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ എല്ലാ ഡിഫൻസ് സംവിധാനങ്ങളെയും തകർത്തുകൊണ്ടായിരുന്നു ഇറാന്റെ ഈ മിസൈൽ ആക്രമണം. ഇറാന്റെ കയ്യിലുള്ള 2 സ്റ്റേജ് ബാലിസ്റ്റിക് മിസൈൽ വഴിയായിരുന്നു ഈ ആക്രമണം എന്ന് പറയുന്നത്. ഇതൊരു അത്യാധുനിക ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതുവച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിക്കുകയായിരുന്നു അവർക്ക് ഇറാന്റെ ഈ മിസൈൽ സംവിധാനത്തെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല, ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നെല്ലാം അവർ തന്നെ പറയുകയുണ്ടായി. ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിന്റെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കും, ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ശത്രുക്കൾക്ക് നൽകും എന്നെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷം ഇസ്രായേൽ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഒരു പത്രക്കുറിപ്പ് വന്നിരുന്നു. ഇസ്രായേൽ ആർമി ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ, തിരിച്ചടികൾ നടത്തുന്നതായിട്ടായിരുന്നു പറഞ്ഞത്. ടെഹ്റാനിലെ സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് IDF പ്രസ്താവന ഇറക്കി. അതിന് പിന്നാലെ ഇപ്പോൾ ടെഹ്റാനിൽ കൂടുതൽ സ്ഫോടനങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതായിട്ട് വിവരമുണ്ട്. അപ്പോൾ ഇറാന്റെ ഇസ്രായേലിലേക്കുള്ള തിരിച്ചടിയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അതിനുള്ള പ്രതികാരവും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലുള്ള ചില ന്യൂക്ലിയർ ഫെസിലിറ്റികൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ ആക്രമണവും ഉണ്ടായത്. എന്തായാലും ഇറാനിലെ ആണവ നിലയങ്ങൾക്കും നിലവിൽ കേടുപാടുകളില്ല എന്നുള്ള വിവരമാണുള്ളത്. ഇവിടെ ഒരു ന്യൂക്ലിയർ എമർജൻസി എന്തായാലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്രായേലിൽ നടന്നിട്ടുള്ള ആക്രമണവും സുരക്ഷിതമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ദിമോണ, അതുപോലെ ഈ അരാദ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇവയ്ക്കിടയിലായിട്ട് ഒരു ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രമുണ്ടായിരുന്നു. അപ്പോൾ ഈ കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഇത്തരം ഒരു ആക്രമണം നടന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ തന്നെ ഈ സംഭവത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ ഒരു നിമിഷം വിദേശകാര്യ വിദഗ്ധ PJ വിൻസെന്റ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ PJ വിൻസെന്റ്, ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അതിങ്ങനെ ഒന്നിനു പുറകെ ഇങ്ങനെ തുടരുകയാണ്. ഈ ലോകമെമ്പാടും ആശങ്ക നിറയുന്ന സമയമാണല്ലോ. അപ്പോഴും ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ എസ്കലേറ്റ് ചെയ്യുമ്പോൾ ഈ യുദ്ധം ഉടനെങ്കും അവസാനിക്കില്ല എന്നാണ് കരുതേണ്ടത്? യുദ്ധത്തിന്റെ ഗതി മാറുന്നതിന്റെ സൂചനകളാണ് സമീപ ദിവസങ്ങളിൽ ലഭിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായി പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേല് ഇറാന്റെ ആണവ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ച സമയത്ത് അത്തരം കാര്യങ്ങൾ ആക്രമിക്കരുത് എന്ന നിലപാട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുകയുണ്ടായി. മാത്രമല്ല, ഇറാന്റെ എണ്ണപ്പാടങ്ങളെയും എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുക, അവരുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ, അതുപോലെ ആണവ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ ആക്രമിച്ചതിന് ബദലായിട്ടാണ് ഇസ്രായേലിലേക്ക് ശക്തമായ മിസൈൽ ആക്രമണം അവർ ഇപ്പം നടത്തിയിട്ടുള്ളത്. അതില് ഈ ഡിമോണ, അതുപോലെ ആരാദ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആക്രമണം വലിയ മാനങ്ങളുള്ളതാണ്. അവിടെ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു എന്നാണ് IRGCയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. അത് ഫാക്ച്വൽ ബേസിസ് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അവിടെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുണ്ട്. അവിടെ നെഗവ് മേഖലയിലുള്ള ഇസ്രായേലിന്റെ ആണവ നിലയത്തിന് കേടുപറ്റിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും അക്രമത്തിന്റെ ദിശ മാറുകയാണ്.
ഇത് നൽകുന്ന മാത്രമല്ല 4000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ആണവ മിസൈലുകൾ, ആണവ ആയുധമല്ല, സാധാരണ മിസൈൽ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇതിനകം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഏതായാലും ഫെബ്രുവരി 28 ആരംഭിച്ചിട്ടുള്ള ആക്രമണം ഇത്രയും അധികം ബോംബാക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാന്റെ മിസൈൽ വിക്ഷേപണ തറകളെ തകർക്കുവാനോ ഇറാന്റെ പ്രതിരോധത്തെ ഇല്ലാതാക്കുവാനോ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, അമേരിക്കയുടെ മേഖലയിലെ സൈനിക താവളങ്ങളും അതുപോലെ ഇസ്രായേലിലെ കേന്ദ്രങ്ങളും നിരന്തരമായി ആക്രമിക്കാനുള്ള ശക്തി ഇറാനുണ്ട്. അത് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നൽകുന്ന സൂചന ഇറാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഏകദേശം റഷ്യ പൂർണ്ണമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്ത്രപരമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് രംഗത്തുണ്ട്. ചൈനയുടെ നിശബ്ദ പിന്തുണയുമുണ്ട്. ഇത് നൽകുന്ന സൂചന ഇസ്രായേൽ അമേരിക്ക സഖ്യം പോരാടുന്നത് സാമ്പത്തിക ഉപരോധം കൊണ്ടൊക്കെ തകർന്നടിഞ്ഞ ഒരു ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇറാനോടല്ല, മറിച്ച് റഷ്യയുടെയും അതുപോലെ ചൈനയുടെയും ഒക്കെ പിന്തുണയുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉക്രൈനിൽ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാൻ റഷ്യക്ക് കിട്ടിയ ഒരു അവസരം എന്നുകൂടി നമ്മൾ ഇതിനെ കാണണം. അവിടെ യഥാർത്ഥത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധമല്ല, റഷ്യ നാറ്റോ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് റഷ്യക്ക് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അപ്പോഴാണ് മറ്റൊരു യുദ്ധമേഖല തുറന്നു കിട്ടുന്നത്. റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായിയായിട്ടുള്ള സിറിയ എന്ന രാജ്യത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും പുറത്താക്കാൻ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് കഴിഞ്ഞു. അപ്പോൾ തുറന്നു കിട്ടിയ ഇറാൻ യുദ്ധമേഖലയിൽ ഇറാനെ തുടക്കത്തിൽ റഷ്യ ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഉപഗ്രഹ വിവരങ്ങളും തന്ത്രപ്രധാനമായ മിലിറ്ററി വിവരങ്ങൾ കൃത്യമായി ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ യുദ്ധം വലിയ രൂപത്തിൽ നീണ്ടുപോയാൽ അത് വെസ്റ്റ് ഏഷ്യയെ തകർക്കുന്നത് മാത്രമല്ല, ഒരു വൻശക്തി യുദ്ധത്തിന്റെ സ്ഥലവും കൂടി അവിടെ വളർന്നു വരുന്നുണ്ട്. ഇസ്രായേൽ ഒരു ആണവ ശക്തിയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പഞ്ചമഹാശക്തികൾക്ക് ശേഷം ആണവശേഷിയുള്ള 4 രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും നോർത്ത് കൊറിയയും ഇസ്രായേലും. ഈ 4 രാജ്യങ്ങൾക്കും ആണവായുധങ്ങളുണ്ട്, ആണവശേഷിയുണ്ട്. അത് ലോകം അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി. അപ്പോൾ ഇറാനാണെങ്കിൽ നിരവധി ആണവ ശുദ്ധീകരണ പ്ലാന്റുകളുണ്ട്. നദാൻസ് ഉണ്ട്, ഇസ്ഫഹാൻ ഉണ്ട്, ബുഷ്കർ ഉണ്ട്, അങ്ങനെ. അപ്പൊ ഇതൊരു ആണവ യുദ്ധത്തിന്റെ തലവും കൂടി തുറന്നു വരുന്നുണ്ട്. അപ്പോൾ വളരെ അപകടകരമായ ദിശയിലേക്ക് യുദ്ധം വികസിക്കുന്നു. ഇത് ഇറാനെതിരെ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് നടത്തിയ നഗ്നമായ ആക്രമണം എന്ന തലം വിട്ട് ആ മേഖലയിലെ വൻശക്തി രാഷ്ട്രങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇത് വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം 14 രാജ്യങ്ങൾ നേരിട്ട് തന്നെ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ സൈപ്രസും അസർബൈജാനും തുർക്കിയും അടക്കം ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളും, ജോർദാൻ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവിടേക്കാണ് വൻശക്തി രാഷ്ട്രങ്ങൾ കൂടി പക്ഷം പിടിക്കുകയും യുദ്ധത്തിൽ പ്രത്യക്ഷമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അപ്രതീക്ഷിതമായ മാനങ്ങളിലേക്കാണ് ഈ യുദ്ധം വളരുന്നത്. ഇന്ത്യക്കാണെങ്കിൽ 90 ലക്ഷം മുതൽ 1 കോടി വരെ ഇന്ത്യക്കാരാണ് ആ മേഖലയിലുള്ളത്. ഇത്രയും ആളുകളെ ആ മേഖലയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറെക്കുറെ അസംഭാവ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങളോടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതുകൊണ്ട് തന്നെ അടിയന്തരമായി നമ്മുടെ ഡിപ്ലോമാറ്റിക് ക്ലൗഡ് പൂർണ്ണമായി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ത്യ ഗവൺമെന്റ് ആ ദിശയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ, അത് ഈ അമേരിക്ക ഇപ്പോൾ ഇറാന് അന്ത്യശാസനമൊക്കെ നൽകുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ അവിടെ സുഗമമായിട്ടുള്ള നീക്കം നടക്കണം എന്നുള്ളത്. പക്ഷെ അതിനിടയിൽ തന്നെ അമേരിക്ക ചില സമാധാന ചർച്ചകൾക്കുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് മറ്റു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ അമേരിക്കയ്ക്ക് തന്നെ അവിടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് അക്രമകാരികളായിട്ടുള്ള അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നില്ല. അമേരിക്ക ആദ്യം പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലക്ഷ്യം, തന്ത്രപരമായ ലക്ഷ്യം ഇറാന്റെ മിസൈൽ ശേഷിയെയും ആണവായുധ
ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷിയെയും സൈന്യത്തിന്റെ സ്ട്രൈക്കിംഗ് പവർ, എസ്പെഷ്യലി ഇറാന്റെ പ്രോക്സികളുടെ ശേഷിയെയും ഒക്കെ നിർണായകമായി തകർക്കുക, ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ അവിടെ റഷ്യൻ ചേഞ്ച് ഉണ്ടാകുക, അത് പൊളിറ്റിക്കൽ എയിമാണ്. അപ്പോൾ അമേരിക്കയുടെ ഈ പൊളിറ്റിക്കൽ എയിം, രാഷ്ട്രീയ ലക്ഷ്യവും തന്ത്രപരമായ ലക്ഷ്യവും രണ്ടും ഇതപര്യന്തം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ടോപ്പ് ലെവൽ ലീഡേഴ്സിനെയും മിലിറ്ററി ലീഡേഴ്സിനെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും എലിമിനേറ്റ് ചെയ്തിട്ടും ഇറാന്റെ പ്രതിരോധത്തെ തടയാനോ ആ രാജ്യം പൂർണ്ണമായി കീഴടങ്ങുന്നതിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ യാതൊരു സൂചനയും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ പിന്നെ വ്യത്യസ്തമാണ്. അതൊരു സയൻസ് സ്റ്റേറ്റ് എന്ന നിലയിൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള മാനങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇറാഖിലെ അധിനിവേശം നടത്തിയ സമയത്ത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഇറാന്റെ കാര്യത്തിൽ അത്തരത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യമോ താല്പര്യമോ പ്രഖ്യാപിച്ചുകൊണ്ടല്ല വരുന്നത്. അവർ ആണവായുധം നേടുമോ ആണവായുധ ശേഷിയെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്കാണല്ലോ ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും 3 വട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് അതിന്റെ കൺക്ലൂഷനിലേക്ക് നീങ്ങുന്നതിനിടയ്ക്കാണ് ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം തുടങ്ങുകയും ഫെബ്രുവരി 28, 2026 അമേരിക്ക അതിലേക്ക് കൂടിച്ചേരുകയും ചെയ്തത്. അപ്പോൾ ഇത് ആ മേഖലയെ മുഴുവൻ സംഘർഷത്തിലാഴ്ത്തി. ഇനി ഒരു പരമാവധി നേരത്തെ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ പോയില്ല എങ്കിൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളൊക്കെ നൽകുന്ന സൂചന. ആ ദിശയിലുള്ള കാര്യങ്ങൾ സമീപകാലത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. റൈറ്റ്, താങ്ക് യു സോ മച്ച് ഡോക്ടർ പി ജെ വിൻസെന്റ് ആണ് പ്രതികരിച്ചതാണെങ്കിലും അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ലോകത്തെ സംബന്ധിച്ച്. ആകെ ആശങ്ക നിറയ്ക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയത്. അതും അത്രമാത്രം ഡിഫൻസീവ് കപ്പാസിറ്റിയുള്ള ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ എത്തുക എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിലും പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്.